അത്യാവശ്യമായി ഈ കമ്പനിയുടെ സിഇഒ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം. പറ്റില്ല എന്ന് പറയരുത്. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ലോകോത്തരമായ ഒരു വലിയ CBSE സ്കൂൾ, ഒരു ഇന്ത്യൻ സ്കൂൾ. അവിടെ നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് സങ്കല്പിക്കുക. ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന് വ്യക്തിപരമായി വേണ്ടപ്പെട്ട ആളാണ് നിങ്ങൾ എന്നും സങ്കല്പിക്കുക. ഒരു ദിവസം അപ്രതീക്ഷിതമായി പ്രിൻസിപ്പാൾ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ അദ്ദേഹം നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലെ ഹെഡ് ബോയിയുടെ സ്ഥാനം ഓഫർ ചെയ്യുന്നു, ഹെഡ് ബോയ് സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നു. പെട്ടെന്ന് നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം നിങ്ങളെക്കാൾ 10 മടങ്ങ് യോഗ്യതയുള്ള മറ്റൊരു വിദ്യാർത്ഥി, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്, സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ ഒക്കെ പ്രിയപ്പെട്ടവൻ, നിങ്ങൾക്കൊപ്പം അതേ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് ഹെഡ് ബോയ് സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. തന്നെക്കാൾ എന്തുകൊണ്ടും മികച്ച യോഗ്യത ഉള്ളയാൾ, അടുത്ത ഊഴം ആ വിദ്യാർത്ഥിക്ക് ഉള്ളതാണ്. ആ സ്ഥാനത്തിന് തന്നെക്കാൾ എന്തുകൊണ്ടും യോജിച്ച വ്യക്തി ആ സുഹൃത്താണ് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അത്തരത്തിൽ ഉള്ള ഒരാളെ തഴഞ്ഞിട്ടാണ് പ്രിൻസിപ്പാളിന് നിങ്ങളോടുള്ള വ്യക്തിപരമായ താല്പര്യം കണക്കിലെടുത്ത് ഈ സ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കുമോ? അതോ നിങ്ങളെക്കാൾ യോഗ്യതയുള്ള, അർഹതയുള്ള ആ വിദ്യാർത്ഥിക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടിയ ഈ സ്ഥാനം വേണ്ടെന്ന് വയ്ക്കുമോ? പെട്ടെന്ന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണിതെന്നറിയാം. അത്തരം ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു പാഠത്തിൻ്റെ വിശദീകരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമസ്കാരം. ഐലാമ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. Welcome friends to Ilama Screen, the best place that you've ever seen. Feeling ready for the day? Let's get started right away. You've got this, let's learn and grow. You've got this, let's learn and grow. ഐലാമയിലെ വീഡിയോകൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷെയറും ലൈക്കും ചെയ്യാൻ മറന്നുപോകരുതേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. കഥകൾ അതിമോഹനം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നും എടുത്ത ഒരു കവിതാഭാഗം. എന്താണ് ഈ ദ്രോണപർവം? ദ്രോണർക്ക് പ്രാധാന്യമുള്ള പർവം, അതാണ് ദ്രോണപർവം. അപ്പം എന്താ ഈ പർവം? പർവം എന്നതിന് അധ്യായം എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളെ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് യൂണിറ്റ് അഥവാ അധ്യായങ്ങൾ എന്ന രീതിയിൽ നിങ്ങളുടെ പുസ്തകത്തിൽ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. ഈ വിഭാഗീകരണത്തിന് ഇംഗ്ലീഷിൽ ലെസൺ എന്നായിരിക്കും പേര് പറയുക. ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിൽ ഇത്തരം 18 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പേര് പർവം എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇതിഹാസകാവ്യമായ രാമായണത്തിൽ ഇത്തരം അധ്യായങ്ങൾക്ക് കാണ്ഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാഗവതത്തിൽ സ്കന്ധം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ തന്നെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ പർവങ്ങൾ എന്ന് തന്നെയാണ് അധ്യായത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. 21 പർവങ്ങൾ ഉണ്ട്. അടുത്തത്, ആരാണ് ഈ ദ്രോണർ? ദ്രോണത്തിൽ നിന്നും ജനിച്ച ഒരു മഹാനുണ്ട് മഹാഭാരതത്തിൽ. അതറിയണമെങ്കിൽ എന്താണ് ദ്രോണം എന്ന് അറിയണം. ദ്രോണം എന്നാൽ കൊടം, മൺകുടം. ദ്രോണൻ സമം ദ്രോണത്തിൽ ജനിച്ചവൻ. അതാണ് അതിൻ്റെ എറ്റിമോളജി. അതാരെന്നല്ലേ? പുരാണത്തിൽ പേരുകേട്ട മഹർഷിമാരിൽ ഒരാളാണ് ഭരദ്വാജൻ. ഭരദ്വാജ മഹർഷിയുടെ മകനാണ് ദ്രോണൻ. ഹസ്തിനപുരം കൊട്ടാരത്തിലെ പാണ്ഡുവിൻ്റെ മക്കളായ പാണ്ഡവരെയും ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ഗുരുനാഥനാണ് ദ്രോണർ.
അദ്ദേഹം ഗുരുവായപ്പോൾ ബഹുമാനത്തോടെ ദ്രോണർ എന്ന് വിളിക്കാൻ തുടങ്ങി. ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൻ്റെ തുടക്കമാണ് കഥകൾ അതിമോഹനം എന്ന പാഠം. ആകെ 30 വരികൾ മാത്രമാണ് പഠിക്കാൻ തന്നിട്ടുള്ളത്. 16ഉം 14ഉം വരികളായി വിഭജിക്കാൻ പറ്റുന്ന 2 ഭാഗങ്ങൾ. ആദ്യ ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ മലയാള ഭാഷയുടെ മാധുര്യവും എഴുത്തച്ഛൻ പഞ്ചവർണ്ണക്കിളിയോട് നടത്തുന്ന ഒരു അഭ്യർത്ഥനയുമാണ്. 2ാം ഭാഗത്ത് പഞ്ചവർണ്ണക്കിളി ചുരുക്കി പറയുന്ന ദ്രോണപർവത്തിലെ ചില കാര്യങ്ങൾ. നമുക്ക് കവിതയുടെ ആദ്യ ഭാഗത്തേക്ക് വരാം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറകനേ. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറകനേ. കുളിർക്കുന്ന കഥകൾ പറഞ്ഞു തരുമോ? എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം തുടങ്ങുന്നത് കഥ പറയാനായി കിളിക്ക് അതിൻ്റെ ഇഷ്ടവിഭവങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചദാര പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീട്ടി വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും വധുവും കുടിച്ചാലുമാവോളം. ചെവികളും 2 ചെവികളും കുളിർക്കുന്ന വിധത്തിൽ, മനസ്സ് കുളിർക്കുന്ന വിധത്തിൽ മധുരമായി കഥ പറയാൻ കവി പഞ്ചവർണ്ണക്കിളിയോട് അഭ്യർത്ഥിക്കുന്നു. പഞ്ചവർണ്ണം, 5 വർണ്ണങ്ങൾ. നമ്മുടെ നാട്ടിൽ തത്ത ഉണ്ട്, 5 നിറങ്ങളുള്ള തത്ത. മധുരമായി കഥ പറയുന്ന പഞ്ചവർണ്ണക്കിളിക്ക് കവി 5 തരത്തിലുള്ള മധുര വിഭവങ്ങളും ഒരുക്കി വെക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. കുറുക്കിക്കൊഴുത്ത പാല്, പഞ്ചസാര, കദളിപ്പഴം, നല്ല കദളിപ്പഴം, തേൻ, വെല്ലം എന്നിങ്ങനെ വൈവിധ്യമാർന്ന 5 മധുര വിഭവങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. 5 വർണ്ണങ്ങളുള്ള കിളിക്ക് 5 മധുര വിഭവങ്ങൾ, പഞ്ചവർണ്ണ കിളിക്ക് 5 വിഭവങ്ങൾ. ഈ മധുര വിഭവങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലുമ്പോൾ എനർജി ലെവൽ അങ്ങ് കൂടും. അപ്പോൾ വല്ലാത്ത ദാഹം വരും. ആ ദാഹം ശമിപ്പിക്കാൻ ഇതാ ദാഹശമനിയായി വേറെയും വിഭവങ്ങൾ. നോക്കണം, നീലക്കരിമ്പിൻ്റെ ചാറ്, ഇളനീര്, പാല്, മധു, തേൻ, ഇവ ഇച്ഛ പോലെ യഥേഷ്ടം കുടിക്കാനും നൽകാം. കവി പറയുകയാണ്, ഇത് വെവ്വേറെ വേണോ അങ്ങനെയും നൽകാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, എനിക്ക് മഹാഭാരതത്തിൻ്റെ ആ കഥകൾ പാടിത്തരണം. ഇതാണ് എഴുത്തച്ഛൻ്റെ ആ അഭ്യർത്ഥന. ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൻ്റെ തുടക്കമാണ് ഈ ആമുഖത്തിലൂടെ ഹൃദ്യമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്താണ് കിളിപ്പാട്ട് എന്നുകൂടിയാണ് ഇനി ഇവിടെ അറിയേണ്ടത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ കവിത അവതരിപ്പിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട് എന്ന് അറിയപ്പെടുന്നത്. 16ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനാണ് ഈ രീതി മലയാളത്തിൽ ആദ്യം കൊണ്ടുവന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിങ്ങനെ 2 കിളിപ്പാട്ടുകൾ എഴുത്തച്ഛൻ മലയാളത്തിന് കിളിപ്പാട്ടുകളായി നൽകിയിട്ടുമുണ്ട്. മഹാഭാരത കഥ കേൾക്കുന്നവരിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിക്കാനുള്ള ഒരു മീഡിയ എന്ന നിലയിൽ, ഒരു മാധ്യമം എന്ന നിലയിലാണ് എഴുത്തച്ഛൻ തൻ്റെ കാവ്യത്തിൽ കിളിക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൗരവരും പാണ്ഡവരും തമ്മിൽ യുദ്ധം തുടങ്ങി. ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. കുരുപാണ്ഡവ യുദ്ധം അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു.
എന്നായിരുന്നു ഈ യുദ്ധം? കൃത്യമായ കണക്കൊന്നുമില്ല. 5000 വർഷങ്ങൾക്കപ്പുറം ഭാരതത്തിൽ നടന്ന യുദ്ധമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ നമ്മൾ ലോകമഹായുദ്ധങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1914 ജൂലൈ 28 തുടങ്ങി 1918 നവംബർ 11 അവസാനിച്ച ഒന്നാം ലോകമഹായുദ്ധം. 4 വർഷവും 2 മാസവും 73 ദിവസവും നീണ്ടുനിന്ന ഒന്നാം ലോകമഹായുദ്ധം. അടുത്തത് 1939 സെപ്റ്റംബർ 1 തുടങ്ങി 1945 സെപ്റ്റംബർ 2 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധം. 6 വർഷവും 2 ദിവസവും നീണ്ടുനിന്ന യുദ്ധം. ഇവിടെ കുരുക്ഷേത്ര യുദ്ധം വെറും 18 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. 18 ദിവസത്തെ യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഈ യുദ്ധമായിരുന്നു യുദ്ധം. അതിനെ വെല്ലുന്ന തരത്തിൽ മറ്റൊരു യുദ്ധം ലോകത്തെവിടെയും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതെയും ഇരിക്കട്ടെ. ഭീഷ്മസമാനനരീനിവകത്തിന്നു ഭീഷ്മർ ശരശയനത്തിന്നിൽ വീണാരേ. ഭീഷ്മസമാനനരീനിവകത്തിന്നു ഭീഷ്മർ ശരശയനത്തിന്നിൽ വീണാരേ. തോറ്റ സുയോധനരാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ. തോറ്റ സുയോധനൻ ആദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശത്രു സമൂഹത്തിന്, അതായത് പാണ്ഡവപക്ഷത്തിന് ഭീഷ്മ സമാനനായി നിന്ന ഭീഷ്മർ 10ാം ദിവസം വീണുപോയിരിക്കുന്നു. ഭീഷ്മസമാനനായ ഭീഷ്മർ, എഴുത്തച്ഛൻ്റെ ഈ പ്രയോഗം ഒരു കൺഫ്യൂഷൻ തരുന്നു, ഇല്ലേ? വ്യക്തമാക്കാം. നാടകീയമായ ചില മുഹൂർത്തങ്ങളിലൂടെയാണ് മഹാഭാരതത്തിൽ ഈ വലിയ രംഗം കടന്നു പോകുന്നത്. അതിനെ എഴുത്തച്ഛൻ കനക്കെ ചുരുക്കി 2 വരികളിലാക്കി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഭീഷ്മൻ എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം. ശിവന് പല പേരുകളുണ്ട്, അതിലൊന്ന് ഭീഷ്മൻ എന്നാണ്. ഭീഷ്മ സമാനൻ എന്നാൽ സംഹാരരുദ്രനായ സാക്ഷാൽ പരമശിവന് തുല്യൻ എന്നാണ്. കൗരവരുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ ഭീഷ്മരായിരുന്നു. അദ്ദേഹം സംഹാരരുദ്രനെ പോലെ അരിനിവഹത്തിന്, അതായത് കൗരവരുടെ അരിനിവഹത്തിന്, അരിനിവഹം എന്ന് പറഞ്ഞ ശത്രു സമൂഹം, അപ്പൊ കൗരവരുടെ ശത്രു സമൂഹം എന്ന് പറയുന്നത് പാണ്ഡവരാണ്. ആ പാണ്ഡവപ്പടയ്ക്ക് വമ്പിച്ച നാശം വിതച്ചുകൊണ്ടിരുന്നു. ഭീഷ്മരുടെ ആ യുദ്ധ വൈദഗ്ധതയും സർവനാശക ശക്തിയും ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന സ്വഭാവവും ഈ സാദൃശ്യകൽപ്പനയിൽ എഴുത്തച്ഛൻ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഭീഷ്മരെ തോൽപ്പിക്കാതെ പാണ്ഡവർക്ക് മുന്നോട്ട് ഒരടി വയ്ക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നു. ഏതു വിധേനയും ഭീഷ്മരെ തോൽപ്പിച്ചേ മതിയാവൂ പാണ്ഡവർക്ക്. അതിന് ഭീഷ്മർ തന്നെ യുധിഷ്ഠിരന് ഒരു വഴി പറഞ്ഞു കൊടുത്തു. യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവരിൽ ആദ്യദേവനാണ്. 9ാം ദിവസം യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പരസ്പര പ്രീതിയോടെ ഇരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ ഭീഷ്മരെ സമീപിച്ചു. നേരിട്ടുള്ള യുദ്ധത്തിൽ അങ്ങയെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. എന്നാൽ അങ്ങയെ എങ്ങനെയാ ഒന്ന് തോൽപ്പിക്കാൻ പറ്റുക? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഭീഷ്മർ നേരിട്ട് വഴി പറഞ്ഞു കൊടുത്തില്ല. ഭീഷ്മർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആണും പെണ്ണും അല്ലാത്തവനോടോ സ്ത്രീയോടോ യുദ്ധം ചെയ്യില്ല എന്ന്. ആണും പെണ്ണും അല്ലാത്തവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ, നപുംസകം. ഒരു നപുംസകത്തോടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോടോ താൻ യുദ്ധം ചെയ്യില്ല എന്നൊരു തീരുമാനം ഭീഷ്മർ എടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റാര് വിചാരിച്ചാലും, ഏത് ശക്തൻ വിചാരിച്ചാലും ഭീഷ്മരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഈ വിവരം യുധിഷ്ഠിരൻ കൃഷ്ണനോട് വളരെ രഹസ്യമായി വള്ളി പുള്ളി തെറ്റാതെ അങ്ങ് പറഞ്ഞു കൊടുത്തു. 10ാം ദിവസം പാണ്ഡവർ ആ വഴി അതേപോലെ അങ്ങ് പരീക്ഷിച്ചു. അങ്ങനെ യുദ്ധക്കളത്തിൽ അർജുനനും ഭീഷ്മരും നേർക്കുനേരെത്തുന്നു. ഒരിഞ്ഞ യുദ്ധം നടക്കുന്നു. പെട്ടെന്ന് അർജുനന്റെ മുമ്പിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. ആണും പെണ്ണുമല്ലാത്തൊരു രൂപം, ഒരു ട്രാൻസ്ജെൻഡർ ശിഖണ്ഡി. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. പെട്ടെന്ന് ഇത് കണ്ട ഭീഷ്മർ അർജുനന്റെ മുഖത്തേക്കൊന്ന് നോക്കി, കണ്ണെടുക്കാതെ. അടുത്ത നിമിഷം ഭീഷ്മർ
തേർത്തട്ടിൽ നിന്നും താഴെ ഇറങ്ങി തന്റെ ആയുധം നിലത്ത് വെച്ചു. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പിന്തിരിഞ്ഞങ്ങനെ നിന്നു. ആ സമയം അർജുനന്റെ മുമ്പിൽ നിന്ന് ശിഖണ്ഡി ഭീഷ്മരുടെ മുതുകിൽ ദൂര അസ്ത്രങ്ങൾ കൊടുത്തു. മുതുകിൽ അസ്ത്ര കൂമ്പാരം നിറഞ്ഞു. മുതുകിൽ നിറഞ്ഞ ആ അസ്ത്ര കൂമ്പാരത്തോടെ തന്നെ മല പോലെ നിന്ന ഭീഷ്മർ അർജുനനെ ഒരിക്കൽ കൂടി നോക്കാനൊന്ന് തിരിഞ്ഞപ്പോ ശിഖണ്ഡി അടുത്ത ഒരസ്ത്രം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കൊടുത്തു. അതോടെ ഭീഷ്മർ പിന്നിലേക്ക് വളർന്നു. കൗരവപ്പട ഒരു നിമിഷം സ്തബ്ധമായി. ഭീഷ്മ സമാനനായ ഭീഷ്മർ ശരശയ്യയിൽ. എന്താണ് ഈ ശരശയ്യ? ശരങ്ങൾ കൊണ്ടുള്ള കിടക്ക. നമ്മൾ കണ്ടുവല്ലോ. ശരതൽപ്പം, അസ്ത്രക്കിടക്ക, ഇങ്ങനെ വേറെ പല പേരുകൾ ഇതിന് പറയാം. എങ്ങനെയൊക്കെ ആയാലും അമ്പുകൾ കൊണ്ട് ഒരു കിടക്ക. കുരുക്ഷേത്ര യുദ്ധത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു അത്. കൗരവ സൈന്യത്തെ മുഴുവൻ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന മഹാസൈന്യാധിപൻ ഭീഷ്മർ വീണുപോയിരിക്കുന്നു. അന്നുവരെ വിജയിച്ചു നിന്ന സുയോധനനും 99 സഹോദരന്മാരും അടങ്ങുന്ന 100 ഇങ്ങനെയാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ തോറ്റുപോയി. ആരാണ് ഈ 100? നമ്മൾ നേരത്തെ കൗരവരെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചും പറഞ്ഞിരുന്നല്ലോ. ധൃതരാഷ്ട്രരുടെ പട്ടമഹിഷിയാണ് ഗാന്ധാരി. ഗാന്ധാരി പ്രസവിച്ചു. അത് ഒരു മാംസകഷണമായിരുന്നു. മഹാഭാരതം എഴുതിയ ആള് വേദവ്യാസനാണ്. ഈ വേദവ്യാസൻ മഹാഭാരതത്തിൻ്റെ രചയിതാവായും മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലും കഥാപാത്രമായും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വ്യാസമുനി ഇവിടെ ഒരു കഥാപാത്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ റോളിൽ. അദ്ദേഹം ആ മാംസകഷണത്തെ 101 കഷണങ്ങളാക്കി മാറ്റി. എന്നിട്ട് 101 മൺകുടങ്ങളിലാക്കി അതിനെ വെച്ചു, ഭദ്രമായി വെച്ചു. ആ കുടങ്ങൾ പൊട്ടിവിരിഞ്ഞ് 101 മക്കൾ ജനിച്ചു. 100 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ഇവരാണ് കൗരവർ. ആരാണ് 100 എന്ന് നമ്മൾ ചോദിച്ചില്ലേ? അതിലെ 100 ആൺമക്കളാണ് 100 എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കുടത്തിൽ ജനിച്ചത് നമ്മൾ നേരത്തെ കണ്ട ദ്രോണര് മാത്രമല്ല. ഈ 100 ആൺമക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് സുയോധനൻ അഥവാ ദുര്യോധനൻ. ദുര്യോധനൻ എന്നാണ് ഇദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. മഹാഭാരത എഴുതിയ വേദവ്യാസൻ ഇദ്ദേഹത്തിന് 2 പേരുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് സുയോധനൻ. കൗരവരുടെ പിതാവായ ധൃതരാഷ്ട്രരുടെ സഹോദരനാണ് പാണ്ഡു. അദ്ദേഹത്തിന് 5 മക്കൾ ജനിച്ചു. പഞ്ചപാണ്ഡവർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതിലാദ്യത്തെ ആള് യുധിഷ്ഠിരൻ, രണ്ടാമത്തെ ആള് ഭീമസേനൻ, മൂന്നാമത്തത് അർജുനൻ. അടുത്തത് ഇരട്ടകളാണ് 2 പേർ, നകുലനും സഹദേവനും, നകുല സഹദേവന്മാർ. ധൃതരാഷ്ട്രരും പാണ്ഡവും സഹോദരങ്ങളാണ്, ചേട്ടനും അനുജനുമാണ്. അവരുടെ മക്കളാണ് കൗരവരും പാണ്ഡവരും. ഇവർ തമ്മിലാണ് യുദ്ധം നടന്നത്. സഹോദരങ്ങൾ തമ്മിൽ യുദ്ധം നടന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കുരുപാണ്ഡവ യുദ്ധം. ഭീഷ്മർ നയിക്കുന്ന കൗരവസേനയിൽ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന സുയോധനൻ ഭീഷ്മർ ശരശയ്യയിൽ വീണതോടെ ആകെ തളർന്നുപോയി. ഇതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നതാണ് എഴുത്തച്ഛൻ കിളിയോട് ചോദിക്കുന്നത്. ഭീഷ്മ സമാനൻ അരിനിവകത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറെ എന്ന ആ 2 വരിയിൽ എഴുത്തച്ഛൻ ഇത്രയും കാര്യങ്ങളാണ് കനക്കെ ചുരുക്കി ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഭാഗങ്ങളിൽ 1-ാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. അടുത്ത 14 വരി, അതായത് 2-ാം ഭാഗം, നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ തുടർന്ന് കാണാം. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ, തെളിഞ്ഞെൻ ചെവി രണ്ടും കുളിർക്കപ്പറകനേ.